ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. അപ്പോൾ എന്നത്തെ പോലെയും ഇന്ന് ഞാനൊരു വെറൈറ്റി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ കാണുന്നുണ്ട് വീടുകളിലൊക്കെ ഒത്തിരി പേര് ഗാർഡനിങ്ങും പിന്നെ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ആണെങ്കിലും ഒത്തിരിയൊക്കെ വാങ്ങി വെക്കുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വളരെ ചിലവ് ചുരുക്കി നമ്മൾ ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന പോട്ട്സ് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു കണ്ടെയ്നറാണ്. നമുക്ക് ഏത് സൈസാണോ ഷേപ്പാണോ വേണ്ടത് അതനുസരിച്ചുള്ളൊരു കണ്ടെയ്നർ എടുക്കാം. ഞാനിവിടെ ഒരു പീഡിയാഷ്യൂറിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് കല്ലുകളാണ്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ബേബി മെറ്റൽസ് കിട്ടും, അതായത് കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസസ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കല്ലുകളാണ്. ഇപ്പോൾ ബേബി മെറ്റൽ കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെറിയ ഇറഗുലർ ഷേപ്സിലുള്ള കല്ലുകൾ എടുത്താലും മതി. എന്നിട്ട് ഇനി ഈ കല്ലുകൾ ഞാൻ ഈ ടിന്നിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഓരോ ലെയറായിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോകണം. ഒട്ടിക്കുമ്പോൾ നമ്മൾ കല്ലുകൾ തമ്മിൽ അധികം ഗ്യാപ്പ് ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ അടുത്ത ലെയറും ഇതേപോലെ തന്നെ ഒട്ടിച്ചു പോവുക. അങ്ങനെ ഓരോ ലെയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പം താഴെ വരെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഓരോ ലെയറായിട്ട്. ഇനി എവിടെയെങ്കിലും കല്ലിന് ഇത്തിരി ഇളക്കം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതൊന്നും കൂടി ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കല്ലുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇതേപോലെ തന്നെ സെയിം രീതിയിൽ ഒരു ചെറിയ പോട്ടും കൂടി ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിലേക്കും സെയിം രീതിയിൽ തന്നെ ഈ കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കുവാണ്. ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോട്ട് ചെയ്തെടുക്കുന്നത്. അധികം വെള്ളം ആവശ്യമില്ലാത്ത ഈ സക്കുലൻസ് ഒക്കെ പോലത്തെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനത്തെ പോട്ട്സിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അധികം വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ടെയ്നേഴ്സിലൊന്നും താഴെ ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ 2 കണ്ടെയ്നേഴ്സിലും കല്ലുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് പെയിൻറ്റ് ചെയ്യണം. ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിവിടെ വലിയ കണ്ടെയ്നറിൽ വൈറ്റ് പെയിൻറ്റും ചെറിയ കണ്ടെയ്നറിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലും സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഈ കല്ലുകളുടെ ഇടയിലെ ഗ്യാപ്പിലേക്കും പിന്നെ ഈ എല്ലാ ഇറഗുലർ സർഫസിലേക്കും പെയിൻറ്റ് എത്താൻ വേണ്ടി സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇവിടെ നമ്മുടെ പോട്ടിൻ്റെ വർക്കൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് മണ്ണ് നിറച്ചു. എന്നിട്ട് ഒരു സക്കുലൻറ്റും പിന്നെ ഒരു കാക്ടസിൻ്റെ ചെറിയൊരു പ്ലാന്റും ഒക്കെ ഇതിലേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ നടാം. ബട്ട് കുറച്ചുകൂടി നല്ലത് ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ നടുന്നതായിരിക്കും. ഇങ്ങനത്തെ പോട്ടുകൾക്ക് കുറച്ചുകൂടി ഭംഗി കൊടുക്കുക. ഇതൊരു പ്ലാന്റ് പോട്ട് മാത്രമല്ല, നമ്മുടെ റൂമുകളിലേക്ക് പറ്റിയൊരു നല്ലൊരു ഡെക്കോർ പീസും കൂടിയാണ്. വീടുകളിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്കോ ഒക്കെ വെക്കാൻ വേണ്ടി നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള എല്ലാവരും പിന്നെ ചെടികളൊക്കെ വീടുകളിൽ വെക്കാൻ ആഗ്രഹമുള്ളവരും എല്ലാവരും ഇതേപോലത്തെ പോട്ട്സൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ, ബൈ ഫ്രം JhillMill. താങ്ക് യു.